ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് പരിപ്പും മുരിങ്ങക്കായും ഉപയോഗിച്ചുള്ള ഒരു എരിശ്ശേരിയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ മുരിങ്ങക്കായ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് മുരിങ്ങക്കായ വേകുന്ന വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ തുവരപ്പരിപ്പ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് മുരിങ്ങക്കായുടെ കൂടെ ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പരിപ്പും മുരിങ്ങക്കായും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ പരിപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി നന്നായിട്ട് ഗോൾഡൻ നിറമാവുന്ന വരെ വറുത്തെടുക്കുക. ഉള്ളിയുടെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ കുറച്ച് കടുക് ചേർക്കുക. അപ്പോൾ ഇനി ഈ കടുക് പൊട്ടി ഉള്ളി നന്നായി ചുവന്ന് വരുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി ചുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയുടെ മുകളിൽ ചേർക്കാം. വറുത്തിട്ടത് ചേർത്തതിന് ശേഷം കറി അടച്ച് വയ്ക്കുക. എന്നിട്ട് വിളമ്പാൻ നേരത്ത് തുറന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഈ കറി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.